ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താർ സ്പെഷ്യൽ വിഭവമാണല്ലോ തരിക്കഞ്ഞി. ചില നാടുകളിൽ റവക്കഞ്ഞി എന്ന് ഇതിനെ പറയും. അപ്പോൾ ഇത് ഞാനിവിടെ തേങ്ങാപ്പാലിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്, ഒട്ടും തന്നെ പശുപാൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തരിക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇവിടെ തനിപ്പാൽ ഒന്നാം പാലെന്നൊന്നും എടുക്കുന്നില്ല, എല്ലാ പാലും കൂടെ ഒരുമിച്ചാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളിപ്പോൾ പാലെല്ലാം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് വറുത്ത റവയാണ് കേട്ടോ എടുക്കുന്നത്. അത് നമുക്ക് ഈ തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും പാല് നല്ലോണം തിളച്ച് റവ ഏകദേശം കുറച്ചൊക്കെ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 8-10 ഏലക്ക പച്ചയ്ക്ക് തന്നെ വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചയ്ക്ക് തന്നെ നമുക്ക് നല്ലോണം പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കൊത്തി എന്നതും കൂടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇവിടെ ഞാൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ നല്ലോണം വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. തേങ്ങാപ്പാലിൽ മാത്രമാണ് ഇതുണ്ടാക്കിയതുകൊണ്ട് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.